33ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് tan a പ്ലസ് cot a യുടെ വാല്യൂ 4 ആണെങ്കിൽ tan raised to 4a പ്ലസ് cot raised to 4a യുടെ വാല്യൂ എന്തിന് ഈക്വൽ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ആൻസറിലേക്ക് വരും. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, tan a പ്ലസ് cot a യുടെ വാല്യൂ 4 ആണ്. നമ്മളാണ് ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, രണ്ട് സൈഡ് ഒന്ന് സ്ക്വയർ ചെയ്യാണ്. ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ tan a പ്ലസ് cot a ഹോൾ സ്ക്വയറിന് വരും. റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 4 സ്ക്വയറിന് വരും. എന്നാൽ ലെഫ്റ്റ് സൈഡ് എന്ന് വെച്ചാൽ a പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോം ആണ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുക, a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഫോമിൽ അത് എക്സ്പാൻഡ് ചെയ്തേക്കാണ്. ആദ്യത്തെ ടൈം എക്ക് പകരം tan a എന്നും ബിക്ക് പകരം എന്താണ് cot a എന്ന് വരും. സോ താണ്ട ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ tan സ്ക്വയർ a പ്ലസ് 2ab നാളത്തെ ടൈം. അപ്പോൾ 2 ഇൻറ്റു tan a ഇൻറ്റു cot a പ്ലസ് ലാസ്റ്റ് ബി സ്ക്വയർ ആണുള്ളത്. സോ ബി സ്ക്വയറിന്റെ കാര്യം വെച്ചാൽ cot സ്ക്വയർ a എന്ന് വരും. അപ്പോൾ റൈറ്റ് സൈഡ് 4 സ്ക്വയർ സ്ക്വയർ ചെയ്യുകയാണ്. 4 സ്ക്വയർ 16 ആണ്. ഇനി ചെയ്യുന്ന കാര്യം വെച്ചിട്ടുണ്ട് tan സ്ക്വയർ അതുപോലെ എഴുതിയിട്ടുണ്ട്. ഈ 2 tan യും അതുപോലെ എഴുതി. ബാക്കിയുള്ള ഈ കോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. കോട്ട് നമുക്ക് എഴുതാം 1/tan എന്ന് എഴുതാം. എന്തിനാന്ന് ചോദിച്ചാൽ ഇവിടെ tan യും എന്ത് ചെയ്യും, കട്ടായി പോവും. അങ്ങനെ കട്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, കോട്ടിന് നമ്മളൊന്ന് മാറ്റി എഴുതി 1/tan എന്ന് എഴുതി. അല്ലെങ്കിൽ tan മാറ്റിയാലും tan എന്ന് എഴുതാം, 1/cot എന്ന് എഴുതാൻ പറ്റും. സോ അടുത്ത ടൈം cot സ്ക്വയർ ആണ്. അത് അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ 16 അതുപോലെ. ഇവിടുന്ന് കാണണ്ടേ ഒരു tan യും കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി ടൈം അതുപോലെ tan സ്ക്വയർ അതുപോലെ ഉണ്ട്. ഇന്നാണ്ട് 2 അതുപോലെ ഉണ്ട്. ബാക്കി ടൈം കട്ടായി പോയി. ലാസ്റ്റ് ടൈം ഇതായിരുന്നു cot സ്ക്വയർ ആണ്. അതുകൊണ്ട് ബാക്കി ടൈം അതുപോലെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ 2 കിടപ്പുണ്ട്, +2 കിടപ്പുണ്ട്. ആ +2 എന്ത് ചെയ്തു, റൈറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് മൈനസ് ചെയ്തേക്കാണ്. ബാക്കി ഉള്ളത് tan സ്ക്വയർ a പ്ലസ് cot സ്ക്വയർ a ഉണ്ട്. ബാക്കി 16 ഈ +2 ഇപ്പുറം വന്നു കഴിഞ്ഞാൽ -2 എന്നാവും. 16 - 2 14 എന്ന് വരും. ഇനി ചെയ്യുന്ന കാര്യം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ കിട്ടിയ ടൈമിനെ വീണ്ടും ഒന്നും കൂടെ സ്കോർ ചെയ്യാം. വീണ്ടും സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈം സ്കോർ ചെയ്യുകയാണ്. അതായത് tan സ്ക്വയർ a പ്ലസ് cot സ്ക്വയർ a ഹോൾ സ്ക്വയർ എന്ന് വരും. റൈറ്റ് സൈഡ് എന്ത് ചെയ്യുക, സ്കോർ ചെയ്യുക. റൈറ്റ് സൈഡ് സ്കോർ ചെയ്യുമ്പോൾ 14 സ്കോർ എന്ന് വരും. ഇനി ചെയ്താൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ ചെയ്ത അതേ സ്റ്റെപ്പ് വീണ്ടും ചെയ്യാം. അതായത് a പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക. അവിടെ ഒരു കോട്ടിനെ മാറ്റി എന്താക്കുക, 1/tan ആക്കുക. നിങ്ങൾക്ക് ഒരു tan സ്ക്വയർ എന്നാണ് വരുന്നത്, അത് മാറ്റി അതിനെയോ അല്ലെങ്കിൽ കോട്ടിനെ എന്ത് ചെയ്യുക, cot സ്ക്വയർ a മാറ്റിയിട്ട് എന്താക്കുക, 1/tan സ്ക്വയർ എന്നാക്കുക. അത് കട്ട് ചെയ്യുക. ഈ ടൈം റൈറ്റ് സൈഡ് കൊണ്ട് കഴിഞ്ഞ് മൈനസ് ചെയ്യുന്നുണ്ടെ 14 സ്ക്വയർ എടുത്ത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ലാസ്റ്റ് 194 എന്ന് കിട്ടും. ഇതായിരിക്കും ആൻസർ. മുപ്പത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. 36ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്, ദ വാല്യൂ ഓഫ് സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക്ക് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു ഡാഷ്. നമുക്ക് ഇതിന്റെ വാല്യൂ വേണം. നമുക്ക് ആൻസർ നോക്കാം. നിങ്ങൾ ആൻസർ നോക്കാന്നുണ്ടെങ്കിൽ 36ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതാണ്ട് സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക്ക് സ്ക്വയർ തീറ്റയുടെ വാല്യൂ വേണ്ടേ. അപ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അതാണ്ട് സീക്ക് സ്ക്വയർ തീറ്റ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. 1/cos ആണ് സീക്ക്. സോ അതാണ്ട് സീക്ക് സ്ക്വയർ തീറ്റയ്ക്ക് നമുക്ക് എന്ത് എഴുതാം, 1/cos സ്ക്വയർ തീറ്റ എന്ന് എഴുതി. അതുപോലെ തന്നെ കൊസീക്ക് സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ അത് 1/sin ആണ്. 1/sin തീറ്റയാണ് കൊസീക്ക് തീറ്റ. സോ കൊസീക്ക് സ്ക്വയർ തീറ്റ നമുക്ക് എഴുതാം 1/sin സ്ക്വയർ തീറ്റ എന്ന് എഴുതി. ഇനി നമ്മൾ ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പിൽ ഇതാണ്ട് ഇതൊന്ന് ക്രോസ് ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന 1 × sin സ്ക്വയർ തീറ്റ sin സ്ക്വയർ തീറ്റ. ഇനി ഇങ്ങനെ ഗുണിച്ചു കഴിഞ്ഞാൽ 1 × cos സ്ക്വയർ തീറ്റ cos സ്ക്വയർ തീറ്റ. താഴെ എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, cos സ്ക്വയർ തീറ്റ × sin സ്ക്വയർ തീറ്റ. അതുപോലെ ഇപ്പൊ sin സ്ക്വയർ തീറ്റ എഴുതിയിരിക്കുകയാണ്, sin സ്ക്വയർ തീറ്റ × cos സ്ക്വയർ തീറ്റ. നമ്മൾ വീണ്ടും നോക്കാൻ റിസൾട്ട് ആണ് ഇവിടെ താണ്ടെ sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റയുടെ വാല്യൂ 1 ആണ്. അത് റിസൾട്ട് എനിക്ക് അറിയാവുന്നതാണ്. sin സ്ക്വയർ തീറ്റ പ്ലസ് cos സ്ക്വയർ തീറ്റയുടെ വാല്യൂ 1 അവിടെ എഴുതിയിരിക്കുകയാണ്. താഴത്തെ ടൈം അതുപോലെ തന്നെ. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അതൊന്നും മാറ്റിക്കഴിഞ്ഞാൽ ഇത് വേണ്ട 1/sin സ്ക്വയർ തീറ്റയാണ്. നേരത്തെ പറഞ്ഞു 1/sin എന്ന് വെച്ചാൽ എന്താണ്, കൊസീക്ക് ആണ്. ഈ 1/sin നമുക്ക് എന്ത് എഴുതാം, ഇവിടെ കൊസീക്ക് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അതുപോലെ തന്നെ 1/cos അടുത്ത ടൈം. അപ്പോൾ 1/cos എന്താണ്, അത് സീക്ക് ആണ്. അതുകൊണ്ട് 1/cos സ്ക്വയർ തീറ്റയ്ക്ക് പകരം അടുത്തെന്ത് കൊടുത്തു, സീക്ക് സ്ക്വയർ തീറ്റ എന്ന് കൊടുത്തു. മുപ്പത്തിയൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു പോയി കഴിഞ്ഞാൽ തന്നേക്കുന്ന വാല്യൂ ഇതാണ്, 3 sin തീറ്റ പ്ലസ് 5 cos തീറ്റയുടെ വാല്യൂ 4 ആണ്. നമുക്ക് വേണ്ടത് 5 sin തീറ്റ -3 cos തീറ്റയുടെ വാല്യൂ വേണം. ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ആണ് ഇത്. കണ്ടുപിടിക്കേണ്ട വാല്യൂ 5 sin തീറ്റ -3 cos തീറ്റയുടെ വാല്യൂ വേണ്ടത്. നമ്മൾ എന്ത് ചെയ്തു, ആ തന്നിരിക്കുന്ന വാല്യൂവിനെ ഒരു എക്സ് എന്ന് എടുത്തു. എക്സ് ഇസ് ഈക്വൽ ടു 5 sin തീറ്റ -3 cos തീറ്റ എന്ന് എടുത്തു. ചെയ്യുന്ന കാര്യം നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക, രണ്ട് സൈഡും എന്ത് ചെയ്യുന്നു, സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ അതാണ് എക്സിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എന്ന് വരും. റൈറ്റ് സൈഡ് സ്ക്വയർ എന്ത് ചെയ്യുക, ഈ ടേമിന് ഹോൾ സ്ക്വയർ എടുക്കുക.
അപ്പോൾ 5 sin θ മൈനസ് 3 cos θ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. എന്താണ് ലെഫ്റ്റ് സൈഡിലെ എക്സ് സ്ക്വയർ അതുപോലെ ഇട്ടേക്കാണ്. ഇത് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. ഈ ടീം a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോം ആയതുകൊണ്ട് എന്ത് ചെയ്യുക, ആ റിസൾട്ട് അപ്ലൈ ആണ്. അപ്പോൾ a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ് ടീം വരിക. അപ്പോൾ കണ്ട ആദ്യത്തെ ടീം ഒന്നും ചെയ്തിരിക്കുന്നേ ഉള്ളൂ. കണ്ട a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ഫോമിൽ കിടക്കുക എഴുതിയേക്കാണ്. കാരണം ആദ്യത്തെ ടൈം വെച്ചാൽ കണ്ട 5 sin θ ആണ് a എന്നും 3 cos θ ആണ് ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ ആദ്യം a സ്ക്വയർ എന്ന് വെച്ചാൽ കണ്ട 5ന്റെ സ്ക്വയർ 25 sin θയുടെ സ്ക്വയർ sin സ്ക്വയർ θ എന്ന് വരും. അടുത്ത കണ്ട എഴുതിയിരിക്കുന്നത് തിരിച്ചെഴുതിക്കണം ബി സ്ക്വയർ രണ്ടാമത് എഴുതിയിരിക്കുന്നത് പ്ലസ് ബി സ്ക്വയർ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ കണ്ട എന്ത് ചെയ്യുക, രണ്ടാമത്തെ ടൈം 3 cos θ ആണ്. 3 cos θയുടെ സ്ക്വയർ എടുക്കുക. അപ്പൊ 3യുടെ സ്ക്വയർ 9 ആണ്. cos θയുടെ സ്ക്വയർ cos സ്ക്വയർ θ എന്ന് വരും. ഇനിയുള്ളത് മൈനസ് 2ab ആണ്. അപ്പൊ മൈനസ് ഇൻറ്റു 2 ഇൻറ്റു ab. 2 ഇൻറ്റു ab എന്ന് പറയുന്നത് 2 ഇൻറ്റു 5 ഇൻറ്റു 3 ടൈം വരുന്നത് എഴുതി നോക്കുക. 2 ഇൻറ്റു 5 ഇൻറ്റു 3 ആണ് 30 വരിക. ബാക്കിയുള്ളത് sin θ ഇൻറ്റു cos θ ആണ്. ബാക്കി sin θ ഇൻറ്റു cos θ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പിൽ ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മുടെ 25 അതുപോലെ വീണ്ടും ഒരു റിസൾട്ട് ആണ്. സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആണ്. അത് എവിടെ കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ 1 ആണ്. ആ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാൻ പറ്റും. അതുപോലെ അടുത്ത 9 അതുപോലെ എഴുതിയിട്ടുണ്ട്. വീണ്ടും ഇവിടെ ചെയ്തിരിക്കുന്നത് കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാണ്. കോസ് സ്ക്വയർ തീറ്റയ്ക്ക് പകരം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, അത് നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ ഫോം ചെയ്തതാണ്. കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്ത് ചെയ്യും, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ബാക്കി മൈനസ് 30 സൈൻ തീറ്റ കോസ് തീറ്റ അതുപോലെ. ബാക്കി ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടെ ഇടയ്ക്ക് ചെയ്യണം. അതായത് ഈ 25 കൊണ്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 25 ഇൻറ്റു 1 25 ഇൻറ്റു കോസ്കോ തീറ്റ 25 കോസ്കോ തീറ്റ എന്ന് വരും. അതുപോലെ ഈ 9 കൊണ്ട് നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സ്റ്റെപ്പ് എഴുതുക. 9 ഇൻറ്റു 1 9 എന്ന് വരും. 9 ഇൻറ്റു മൈനസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 9 സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ബാക്കി ഈ ടേം അതുപോലെ. ബാക്കി ടേമുകൾ ഇന്നെല്ലാം അതായത് ആദ്യത്തെ 25ഉം 9 മാത്രമേ പോസിറ്റീവ് വരത്തുള്ളൂ. അത് ആദ്യമേ എഴുതി. ബാക്കി എല്ലാ നെഗറ്റീവ് ടേംസ് ആയിരിക്കും. അതിതെല്ലാം എന്ത് ചെയ്തു, ഒരു നെഗറ്റീവ് കോമൺ എടുത്ത് ബാക്കി ടേമുകളെല്ലാം ഒരുമിച്ച് എഴുതിയേക്കാണ് ഇവിടെ. ബാക്കിയുള്ളതെന്ന് വെച്ചാൽ 25 പ്ലസ് 9 ആണ്. അതിന്റെ വാല്യൂ 34 മൈനസ് ഓഫ് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ 25 കോസ്കോ തീറ്റ പ്ലസ് 9 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 30 സൈൻ തീറ്റ കോസ് തീറ്റയാണ് അകത്തുള്ളത്. അവിടെ വീണ്ടും ഒരു വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാം. നമ്മൾ നോക്കിയാൽ ഈ കിടക്കുന്ന ടൈം ഈ ടൈം ഇതേ ടൈം ആദ്യം എഴുതിയായിരുന്നു 25 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 9 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 30 സൈൻ തീറ്റ കോസ് തീറ്റ. അതേ വാല്യൂ ആണ് ഇതിന്റെ അകത്ത് വന്നേക്കുന്നത്. അപ്പൊ അതിന് പോലെ നമുക്ക് എന്ത് കൊടുക്കാം, 5 സൈൻ തീറ്റ മൈനസ് 3 കോസ് തീറ്റ എന്നാണ് അതിന്റെ വാല്യൂ. ഓക്കെ, 5 സൈൻ തീറ്റ മൈനസ് 3 കോസ് തീറ്റ ഹോൾ സ്ക്വയർ ആണ് ഇതിന്റെ വാല്യൂ. അപ്പൊ എന്ത് ചെയ്യുക, ഈ ഒരു ടേമിന്റെ പകരം നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാണ് മേളിൽ നിന്ന്. മേളിൽ ആദ്യം ഒരു ഇക്വേഷൻ ആയിരുന്നത്. അപ്പോൾ എന്ത് കൊടുത്തു, നമ്മൾ 3 സൈൻ തീറ്റ പ്ലസ് 5 കോസ് തീറ്റ ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. ഇനി വീണ്ടും ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. എന്താണ് 5 അതാണ്ട് 3 സൈൻ തീറ്റ പ്ലസ് 5 കോസ് തീറ്റയുടെ വാല്യൂ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് 4 ആണ്. സോ വീണ്ടും എന്ത് ചെയ്തു, അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാണ്. 34 മൈനസ് 4ന്റെ സ്കോർ എന്ന് വരും. ഇപ്പൊ സ്കോർ ഉണ്ടായതുകൊണ്ട് 4ന്റെ സ്കോർ കൊടുത്തു. 4ന്റെ സ്കോർ 16 ആണ്. 34 മൈനസ് 16 18 എന്ന് വരും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് 41ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് തന്നേക്കുന്ന വാല്യൂ എന്ന് വെച്ചാൽ അതാണ്ട് ടാൻ തീറ്റയുടെ വാല്യൂ -4/3 ആണെങ്കിൽ നമുക്ക് വേണ്ടത് സൈൻ തീറ്റയുടെ വാല്യൂ ആണ്. നമുക്ക് ആൻസറിലേക്ക് പോവാം. നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുക. നമ്മൾ പഴയ കാര്യം ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊരു നമ്മളൊരു ഡയഗ്രമാണ്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെങ്കിൽ എല്ലാ വാല്യൂസും പോസിറ്റീവ് ആയിരിക്കും. അതായത് എല്ലാ ട്രിഗണോമെട്രിക് വാല്യൂസ് സൈനും കോസും ടാനും കോട്ടും കൊസീക്കും എല്ലാം എന്തായിരിക്കും, ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ എന്തായിരിക്കും, സൈൻ മാത്രം പോസിറ്റീവ്. സൈൻ എന്ന് വെച്ചാൽ സൈനും വരും, അതിന്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കൊസീക്കും വരും. തേർഡ് ആണെങ്കിൽ ടാൻ മാത്രം പോസിറ്റീവ്, ടാനിന്റെ കൂടെ ആര് വരും, കോട്ടും പോസിറ്റീവ് ആയിരിക്കും. ബാക്കിയെല്ലാം ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. നാലാമത്തെ ക്വാഡ്രന്റ് ആണെങ്കിൽ ഇവിടെ കോസ് മാത്രമായിരിക്കും പോസിറ്റീവ്, കോസിന്റെ കൂടെ ആര് വരും, സീക്ക് വരും. കോസും സീക്കും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ഇത് ട്രയാങ്കിൾ ആണ്. ഈ ആംഗിൾ തീറ്റ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഇത് ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് അഡ്ജസന്റ് സൈഡാണ്, ഇത് അതിന്റെ ഹൈപ്പോട്ടന്യൂസും ആയിരിക്കും. എപ്പോഴും ഇത് നേരെ ഓപ്പോസിറ്റ് സൈഡ്, ഇവിടെ അഡ്ജസന്റ് ഏറ്റവും വലുതായിരിക്കും എന്ത്, ഹൈപ്പോട്ടന്യൂസ്. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സൈൻ തീറ്റയുടെ വാല്യൂ ഈ ഒരു ട്രയാങ്കിളിൽ നിന്നാണ്. സൈൻ തീറ്റ എന്ന് വെച്ചാൽ എപ്പോഴും എന്തായിരിക്കും, ഓപ്പോസിറ്റീവ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഇത് തീറ്റ ആണെങ്കിൽ ഓപ്പോസിറ്റീവ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും എന്ത്, സൈൻ തീറ്റ. അടുത്ത കോസ് എന്ന് വെച്ചാൽ എപ്പോഴും എന്തായിരിക്കും, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും എന്ത്, കോസ് തീറ്റ. ടാൻ ആണെങ്കിൽ ഓപ്പോസിറ്റീവ് ബൈ അഡ്ജസന്റ് ആയിരിക്കും.
ടാൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് ആയിരിക്കും എന്ത് ടാൻ തീറ്റയുടെ വാല്യൂ. ക്വസ്റ്റിലേക്ക് വരാം. ക്വസ്റ്റൻ തന്നിരിക്കുന്ന വിഷയം ടാൻ തീറ്റയുടെ വാല്യൂ -4/3 ആണ്. എന്ന് വെച്ചാൽ ആദ്യം നോക്കേണ്ട കാര്യം ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്. എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ആംഗിൾ എന്താണ് നെഗറ്റീവ് കിടക്കുക. ഇപ്പൊ ടാൻ നാടെ മൂന്നാമത്തെ ക്വാഡ്രന്റ് പോസിറ്റീവ് ആണ്, ഒന്നാമത്തെ ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് ആകാൻ ചാൻസ് ഉള്ള എന്തൊക്കെയായിരിക്കാം, ഒന്നുകിൽ തന്നെ സെക്കൻഡ് ക്വാഡ്രന്റിലായിരിക്കാം ടാൻ, അല്ലെങ്കിൽ ഫോർത്തിലും ആയിരിക്കും. ഇവർ കറക്റ്റ് ക്വാഡ്രന്റ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നിരിക്കുന്ന ആംഗിൾ എവിടെ ആയിരിക്കാം തീറ്റ, ഒന്നുകിൽ സെക്കൻഡ് ക്വാഡ്രന്റിലോ അല്ലെങ്കിൽ ഫോർത്തിലോ ആകാം നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട്. ഇനി തന്നിരിക്കുന്ന വാല്യൂ 4/3 ആണ്. നമുക്കറിയാം ടാൻ തീറ്റ വാല്യൂ എന്താണ്, ടാൻ തീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റീവ് ബൈ അഡ്ജസന്റ്. സോ ഇതാണ് ഓപ്പോസിറ്റീവ് ബൈ അഡ്ജസന്റ്. ഓപ്പോസിറ്റ് സൈഡിന്റെ വാല്യൂ ആണ് എന്ത് 4, അഡ്ജസന്റ് സൈഡിന്റെ വാല്യൂ എന്ത് വരിക, അതിൽ നിന്ന് 3 എന്ന് എടുക്കാം. ഇനി നമ്മൾ സൈൻ നോക്കേണ്ട കാര്യമില്ല. അതാണ്ടേ ഓപ്പോസിറ്റ് 4ഉം അഡ്ജസന്റ് 3ഉം. ജസ്റ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. ഇവിടെ ഞാൻ തീറ്റ മാർക്ക് ചെയ്തേക്കാണ്. ഇവിടെ ഓപ്പോസിറ്റ് 4 ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ സൈഡാണ്. സോ ഓപ്പോസിറ്റ് എത്ര ആയിരിക്കും, 4 ആയിരിക്കും. ഇനി അഡ്ജസന്റ് എത്രയാണ്, 3 ആണ്. ഈ ആംഗിളിന്റെ അഡ്ജസന്റ് എന്ന് വെച്ചാൽ ഈ സൈഡാണ്. സോ ആ സൈഡ് എത്ര ആയിരിക്കും, 3 ആയിരിക്കും. ഒന്നുകിലാണ്ടേ അത് ട്രയാങ്കിളിന്റെ ഈ സൈഡ് 3ഉം 4ഉം ആണെങ്കിൽ അടുത്ത എത്ര ആയിരിക്കും, 5 ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഇപ്പൊ എന്ത് കിട്ടും, നമുക്കിവിടെ ഈ ഹൈപ്പോടെന്യൂസ് 5 എന്ന് കിട്ടും. നമുക്ക് വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ സൈൻ തീറ്റയുടെ വാല്യൂ ചോദിച്ചിരിക്കുന്നത്, സൈൻ തീറ്റയുടെ വാല്യൂ. ഇത് നമ്മൾ ഇക്വേഷൻ നോക്കുക. സൈൻ തീറ്റ വെച്ചാൽ എന്താണ്, ഓപ്പോസിറ്റീവ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ്. സോ നമ്മൾ നോക്കുകയാണ്ട് ഇക്വേഷൻ ഇത് തീറ്റ ആംഗിൾ ആണ്. ഓപ്പോസിറ്റീവ് ബൈ ഹൈപ്പോടെന്യൂസ് വേണ്ടേ, ഓപ്പോസിറ്റ് വെച്ചാൽ 4 ആണ്. സോ മേളിൽ 4 വരും, താഴെയുള്ളത് ഹൈപ്പോടെന്യൂസ്. ഹൈപ്പോടെന്യൂസ് വാല്യൂ 5 ആണ്. സോ എന്ത് വരും, 4/5. ഇനി സൈൻ നോക്കണം. ക്വാഡ്രന്റ് നമുക്ക് കറക്റ്റ് അറിയില്ല. ഒന്നുകിൽ എന്തായിരിക്കാം സെക്കൻഡ് ക്വാഡ്രന്റോ അല്ലെങ്കിൽ എന്തായിരിക്കാം ഫോർത്ത് ക്വാഡ്രന്റോ ആവാം. അപ്പൊ അതെ ഫസ്റ്റ് ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ എന്തായിരിക്കും, അവിടെ സൈൻ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് എന്ത് വരും, 4/5 എന്ന വാല്യൂ വരാം സെക്കൻഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ. ഇനി ഫോർത്തിലാണെങ്കിൽ അവിടെ കോസ് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ, സൈൻ അവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ അവിടെ ചിലപ്പോൾ എന്ത് വരാം, നെഗറ്റീവും വരാം, -4/5 വരാം. അപ്പൊ രണ്ട് വാല്യൂ ഉണ്ട്, ഒന്നുകിൽ 4/5 ആയിരിക്കും അല്ലെങ്കിൽ -4/5 ആയിരിക്കും. ാമത്തെ ക്വസ്റ്റൻ ആണ്. തന്നിരിക്കുന്ന വാല്യൂ നോക്കുക. ടാൻ തീറ്റയുടെ വാല്യൂ 3 ആണ്. തീറ്റ ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് സൈൻ തീറ്റയുടെ വാല്യൂ വേണം. ആൻസർ നോക്കാം. ആൻസറിലേക്ക് വരുമ്പോൾ തന്നിരിക്കുന്ന വാല്യൂ എന്ന് വെച്ചാൽ ടാൻ തീറ്റയുടെ വാല്യൂ 3 എന്ന് തന്നിരിക്കുന്നത്. 3 നമുക്ക് ഇങ്ങനെ എഴുതാം. 3/1 വാല്യൂ വ്യത്യാസമൊന്നുമില്ല, 3/1 3 തന്നെ. അപ്പം എന്ത് ചെയ്തു, താഴെ 1 ഇട്ട് ഞാൻ 3/1 എന്ന് എഴുതി. അപ്പൊ ടാൻ തീറ്റയുടെ വാല്യൂ 3/1 എന്ന് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുക. ഇവിടെ തീറ്റ മാർക്ക് ചെയ്യുക. ഇവിടെ തീറ്റ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടാൻ തീറ്റ എന്ന് വെച്ചാൽ നേരത്തെ ഇക്വേഷൻ പറയാം, തൊട്ട് മുമ്പ് വന്ന ഇക്വേഷൻ ആണ്. ഏതാണെന്ന് വെച്ചാൽ എന്താണ്, ടാൻ തീറ്റ ഓപ്പോസിറ്റീവ് ബൈ അഡ്ജസന്റ് ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഇതാണ്, ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ് താഴെയാണ്. സോ 3/1 ആണ്. അപ്പൊ അത് ഓപ്പോസിറ്റിന്റെ വാല്യൂ 3ഉം അഡ്ജസന്റിന്റെ വാല്യൂ 1ഉം ആണ്. ഓപ്പോസിറ്റ് 3 അഡ്ജസന്റ് 1 കിട്ടി. അതാണ്ട് രണ്ട് സൈഡ് കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഹൈപ്പോടെന്യൂസ് വേണം. അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അതാണ്ട് ഇത് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഹൈപ്പോടെന്യൂസിന്റെ വാല്യൂ വേണ്ടേ. അപ്പൊ ഇക്വേഷൻ ഇതാണ്. അതാണ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ പ്ലസ് ബേസിന്റെ സ്ക്വയർ ആണ് എന്ത്, ഹൈപ്പോടെന്യൂസിന്റെ സ്ക്വയർ. സോ ഇതാണ് ഇതിന്റെ വാല്യൂ എന്ത് വരും, √3² പ്ലസ് 1² എന്ന് വരും. അവിടെ നിന്നാണ് √10 ആയിരിക്കും എന്ത്, ഹൈപ്പോടെന്യൂസ്. അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, സൈൻ തീറ്റയുടെ വാല്യൂ ആണ്. സൈൻ തീറ്റ നമ്മൾ ഇക്വേഷൻ നേരത്തെ എഴുതിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്താണ്, ഓപ്പോസിറ്റീവ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ് ഏത്, സൈൻ തീറ്റ. അപ്പോൾ ഓപ്പോസിറ്റ് 3 ആണ്, ഹൈപ്പോടെന്യൂസ് √10 ആണ്. അപ്പോൾ 3/, എന്ന് വരും, √10. ഇനി നമ്മൾ സൈൻ നോക്കണം. സൈൻ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ക്വാഡ്രന്റ് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്തുണ്ട്, കൃത്യമായിട്ട് ക്വാഡ്രന്റ് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ക്വാഡ്രന്റ് ആണെന്ന് അവർ പറഞ്ഞു. അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നേരത്തെ വെച്ച പറഞ്ഞത് ഏതായിരുന്നു, മൂന്നാമത്തെ ക്വാഡ്രന്റ് ഏത് മാത്രമേ ഉള്ളൂ, ടാൻ മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. ടാനും കോട്ടും പോസിറ്റീവ് ആണ്, ബാക്കി എല്ലാം എന്താണ്, നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മുടെ സൈൻ വരുന്ന എവിടെ, മൂന്നാമത്തെ ക്വാഡ്രന്റ് ആയതുകൊണ്ട് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് എന്ത് കൊടുക്കുക, മൈനസ് കൊടുക്കുക. ആൻസർ -3/10 ആയിരിക്കും. അടുത്തായിട്ട് നമ്മൾ 53ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. 53ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാല്യൂ എന്ന് വെച്ചാൽ സൈൻ തീറ്റയുടെ വാല്യൂ sin 15 + sin 45 എന്നാണ്. നമുക്ക് വേണ്ടത് തീറ്റയുടെ വാല്യൂ ആണ് വേണ്ടത്. നമുക്ക് ആൻസറിലേക്ക് നോക്കാം. ആൻസറിലേക്ക് വരുമ്പോൾ തന്നിരിക്കുന്ന വാല്യൂ ഇതായിരുന്നു. സൈൻ തീറ്റയുടെ വാല്യൂ sin 15 + sin 45 ആണ്. ഇത് നോക്കി കഴിഞ്ഞാൽ ഇതാണ്ട് ഈ 15 എന്ന് പറഞ്ഞൊരു A എന്നും 15 A എന്നും 45 B എന്നും എടുത്തു കഴിഞ്ഞാൽ എന്ത് ഫോമിലാണ്, sin A + sin B ഫോമാണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഉണ്ട്. sin A + sin B യുടെ വാല്യൂ എന്ന് വെച്ചാൽ 2 sin A + B/2
കോസ് എ മൈനസ് ബി ബൈ 2 എന്നാണ്. നമ്മൾ വാല്യൂ കൊടുത്തേക്കുന്ന താഴെ താണ് ഈ സൈൻ തീറ്റ, അതുപോലെ റൈറ്റ് സൈഡ് താണ് ഇത് സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറയുന്ന റിസൾട്ട് ഡയറക്റ്റ് അപ്ലൈ ആണ്. സോ താണ് ഇവിടെ എയുടെ വാല്യൂ 15, ബിയുടെ വാല്യൂ 45 വരും. അതായത് ഇക്വേഷൻ ആയിരുന്നു 2 സൈൻ എ പ്ലസ് ബി ബൈ 2 എന്നാണ്. അതായത് 15 പ്ലസ് 45/2. അടുത്തത് കോസ് എ മൈനസ് ബി ബൈ 2, അത് കോസ് എയുടെ വാല്യൂ 15 മൈനസ് 45/2, 15 മൈനസ് 45/2 എന്ന് വരും. ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് തന്റെ 2 സൈൻ, അതുപോലെ തന്നെ ബാക്കി 15 പ്ലസ് 45/2 വാല്യൂ എത്രയാണ്? 30 ആണ്. ബാക്കി ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ 15 മൈനസ് 45 മൈനസ് 30 ആണ്. മൈനസ് 30/2 മൈനസ് 15 വരും. പക്ഷേ കോസ് മൈനസ് തീറ്റയുടെ വാല്യൂ എന്താണ്? അത് പ്ലസ് കോസ് തീറ്റയാണ്. കോസ് മൈനസ് തീറ്റ പ്ലസ് കോസ് തീറ്റയും സൈൻ മൈനസ് തീറ്റ ആണെങ്കിൽ അത് മൈനസ് സൈൻ തീറ്റയുമാണ്. സോ ഇവിടെ കോസിനകത്ത് നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യും? അത് പ്ലസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് എന്ത് വരും? കോസ് 15 എന്ന് വരും. ബാക്കി ചെയ്യുന്ന എന്താണ്? വാല്യൂ എടുക്കുകയാണ്. അവിടെ 2 സൈൻ 30യുടെ വാല്യൂ, സൈൻ 30ന്റെ വാല്യൂ വെച്ചാൽ 1/2 ആണ്. കോസ് 15 അതുപോലെ തന്നെ കണ്ടേ ഈ രണ്ട് 2 കട്ടായി പോവും. 2 2 കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? അവിടെ കോസ് 15 മാത്രമേ കാണൂ. സോ കണ്ടേ ലെഫ്റ്റ് സൈഡ് ഉള്ളത് സൈൻ തീറ്റ ആയിരുന്നു. സൈൻ തീറ്റ പോലെ നമുക്ക് എന്ത് കിട്ടി? കോസ് 15 എന്ന് കിട്ടി. അങ്ങനെ കോസ് 15 കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ 15 നമുക്ക് എഴുതാം 90 മൈനസ് തീറ്റ എന്നാക്കുക. ഓക്കെ, ആ 15നെ മാറ്റി 90 മൈനസ് തീറ്റ ഫോം ആക്കുക. എങ്കിൽ തീറ്റ വാല്യൂ എന്തുമായിരിക്കും? 75 ആയിരിക്കും. നിങ്ങളുടെ ഓപ്ഷനകത്ത് 15 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അപ്പോഴേ ആ 15നെ കറപ്പിക്കുക. ഓപ്ഷനകത്ത് 15 ഇല്ലാത്ത എന്ത് ചെയ്യുക? ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്തത്? 90 മൈനസ് ചെയ്തേക്കുന്നത്. ഇത് 59ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: സൈൻ 40 പ്ലസ് തീറ്റ ഇൻറ്റു കോസ് 10 പ്ലസ് തീറ്റ മൈനസ് കോസ് 40 പ്ലസ് തീറ്റ ഇൻറ്റു സൈൻ 10 പ്ലസ് തീറ്റയാണ്. ഇതിന്റെ വാല്യൂ വേണം. ആൻസറിലേക്ക് പോവാം. നിങ്ങൾക്ക് തന്നേക്കുന്ന വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്ടേ സൈൻ 40 പ്ലസ് തീറ്റ, അടുത്തത് 10 പ്ലസ് തീറ്റ, വീണ്ടും 40 പ്ലസ് തീറ്റ, വീണ്ടും 10 പ്ലസ് തീറ്റ. അതാണ് 40 പ്ലസ് തീറ്റ നമ്മൾ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീണ്ടും അടുത്തത് 10 പ്ലസ് തീറ്റയ്ക്ക് ബിയും കൊടുക്കാം. വീണ്ടും നമ്മുടെ 40 പ്ലസ് തീറ്റ വീണ്ടും എ തന്നെയാണ്. അടുത്ത വീണ്ടും ഇതാണ് ബി തന്നെ വന്നേക്കുന്നത്. വീണ്ടും നോക്കുകയാണെങ്കിൽ എന്ത് ഫോമിൽ കിടക്കുക? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ഫോമിൽ കിടക്കുകയാണ്. അപ്പൊ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ഫോമിൽ കിടക്കുകയാണ് സാധനം. അതിന്റെ ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ സൈൻ എ മൈനസ് ബി ആണ്. സൈൻ എ മൈനസ് ബിയുടെ എക്സ്പാൻഷൻ ആണ് ഏത്? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. സോ നമ്മുടെ എയുടെ വാല്യൂ 40 പ്ലസ് തീറ്റയും ബിയുടെ വാല്യൂ 10 പ്ലസ് തീറ്റയും വാല്യൂ കൊടുക്കാം. അതാണ് സൈൻ എ മൈനസ് ബി ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ സൈൻ എയുടെ വാല്യൂ 40 പ്ലസ് തീറ്റ മൈനസ് ബിയുടെ വാല്യൂ 10 പ്ലസ് തീറ്റ. അതുകൊണ്ട് ഈ ബ്രാക്കറ്റ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ എന്താണ്ടായി? 40 മൈനസ് 10ന്റെ വാല്യൂ 30 എന്ന് വരും. ഈ പ്ലസ് തീറ്റയും ഈ മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പ്ലസ് തീറ്റ എന്താവും? മൈനസ് തീറ്റയാവും. സോ നമ്മുടെ ഈ പ്ലസ് തീറ്റയും മൈനസ് തീറ്റയും കട്ടായി പോവും. ബാക്കിയുള്ളത് 40 മൈനസ് 10 സൈൻ 30 എന്ന് വരും. സൈൻ 30ന്റെ വാല്യൂ എത്ര എന്ന് ചോദിച്ചാൽ 1/2 ആണ്. സോ അതിന് വലുത് കിട്ടി 1/2 ആണ്. അവിടെ റിസൾട്ട് അപ്ലൈ ചെയ്തേക്കാം ഡയറക്റ്റ് ആയിട്ട്. അതായത് 76ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ. അതായത് തന്നെങ്കിൽ ഇക്വേഷൻ എന്ത് ചെയ്യുക? നമ്മൾ സോൾവ് ചെയ്ത് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ആൻസറിലേക്ക് പോവാം. ഇവിടെ ആൻസറിലേക്ക് വരുമ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് കെ സൈൻ എക്സ് കോസ് എക്സ് മൈനസ് 1 = 0. ഇതാണ് ക്വസ്റ്റ്യൻ. ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇവിടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഫോം കിടക്കുക. കോസ് എക്സിന്റെ വാല്യൂ എ എന്നും സൈൻ എക്സിന്റെ വാല്യൂ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോം ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം ഇതങ്ങ് എക്സ്പാൻഡ് ചെയ്യുക. അത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? കോസ് സ്ക്വയർ എക്സ് പ്ലസ് നമ്മുടെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് കിട്ടും. ബാക്കി ഈ ടേം എല്ലാം അതുപോലെ കെ സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് 1 അതുപോലെ ഇട്ടു. റൈറ്റ് സൈഡ് ഈക്വൽ ടു 0 ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ്. തിരിച്ചു പറഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സിന്റെ വാല്യൂ എന്താണ്? അത് 1 ആണ്. സോ ഇതെന്ത് ഈ ടേമിന് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 വരും. സോ ഈ 1ഉം ലാസ്റ്റിൽ മൈനസ് 1 ഉണ്ട്. ആ 1ഉം ഈ 1ഉം എന്തായി പോയി? കട്ടായി പോയി. ബാക്കി ഇവിടെ ഒരു ടൈം ഏതൊക്കെയെന്ന് വെച്ചാൽ 2 സൈൻ എക്സ് കോസ് എക്സ് ഉണ്ട്. ഇവിടെ ഒരു കെ സൈൻ എക്സ് കോസ് എക്സ് ഉണ്ട്. ബാക്കി ടേമിൽ താണ്ടെ ഒരു സൈൻ എക്സ് കോസ് എക്സ് ഉണ്ട്. ഈ ടേമിൽ എന്തുണ്ട്? ഒരു സൈൻ എക്സ് കോസ് എക്സ്. അവിടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ രണ്ട് ടേമിൽ നിന്നും ഒരു സൈൻ എക്സ് കോസ് എക്സ് എന്ത് ചെയ്തു?
കോമൺ എടുത്തു. ബാക്കി നമ്മുടെ ഈ ടൈമിൽ ഒരു 2 ബാക്കിയുള്ളൂ, ഇവിടെ ഒരു കെയും ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ k+2 ആണ് ബാക്കിയുള്ള ടൈം. അപ്പോൾ നടക്ക് എന്ത് വരും? k+2 എന്ന് വരും. ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്ത് തന്നെ? 0 തന്നെ. ഈ വീണ്ടും ചെയ്താൽ നമുക്ക് നമ്മുടെ ഈ sin x cos x എന്ത് ചെയ്യുക? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കാണ്. അത് റൈറ്റ് സൈഡ് പോയി എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. റൈറ്റ് സൈഡ് 0 ആണുള്ളത്. 0/a ടൈം എന്ത് തന്നെയാണ്? അത് 0 ആയിപ്പോയി. അപ്പോൾ റൈറ്റ് സൈഡ് എന്തായിപ്പോയി? 0 ആയിപ്പോയി. ബാക്കിയുള്ളത് k+2 ഈക്വൽ ടു 0 എന്ന് വരും. അതിൽ നിന്നാണ് +2 അപ്പുറം വെച്ച് എന്തായി പോകും? -2 ആയി. അതിന് കീഴെ നമുക്ക് എന്ത് കിട്ടി? -2 എന്ന് വരും. അടുത്തതായിട്ട് 80ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. 80ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാല്യൂ ഇതാണ്. sin π/4 cot θ ഈക്വൽ ടു cos π/4 tan θ ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാല്യൂ. നമുക്ക് വേണമെങ്കിൽ ഇതിന് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. തീറ്റയുടെ വാല്യൂ അപ്പം ആദ്യത്തെ സ്റ്റെപ്പിൽ നിന്ന് ചെയ്യുന്നത് വെച്ചാൽ അതാണ് ലെഫ്റ്റ് സൈഡ് അതുപോലെ തന്നെ sin π/4 cot θ. റൈറ്റ് സൈഡ് ചെയ്യുന്നത് വെച്ചാൽ അതാണ്ട് ഇവിടെ തന്നിരിക്കുന്നത് കോസ് തീറ്റയാണ്. ഈ ടേമിനെ തീറ്റ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് കോസ് തീറ്റയാണ്. നമുക്ക് താണ്ടെ കോസ് തീറ്റ മാറ്റി എങ്ങനെ എഴുതാം? sin π/2 θ എന്ന് എഴുതാം. കോസ് തീറ്റനെ sin π/2 θ എന്ന് എഴുതാം. അപ്പോൾ ആ റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ വരും? കോസ് തീറ്റക്ക് പകരം എന്ത് കൊടുക്കാം? sin π/2 θ. തീറ്റയ്ക്ക് എടുത്താണ് ഈ വാല്യൂ π/4 tan θ ആണ്. അപ്പോൾ താണ്ടെ വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്തേക്കുക? sin π/4 cot θ ആണുള്ളത്. അതിൽ നിന്നാണ്ട് ഈ സൈൻ അപ്പുറം കൊണ്ടുപോയി എന്താവും? സൈൻ ഇൻവേഴ്സ് ആവും. സൈൻ അപ്പുറം പോയാൽ സൈൻ ഇൻവേഴ്സ് ആവും. ബാക്കിയുള്ളത് π/4 cot θ ആണ്. π/4 cot θ ഈക്വൽ താണ്ടെ ഈ സൈൻ റൈറ്റിൽ വന്നിട്ട് എന്തായി? സൈൻ ഇൻവേഴ്സ് ആയി. ബാക്കി ഈ ടേം അതുപോലെ ബാക്കി ചെയ്യുന്ന വെച്ചാൽ താണ്ടെ ലെഫ്റ്റ് സൈഡിൽ താണ്ടെ ഇവിടെ എന്തുണ്ടായിരുന്നു? π/4 cot θ ഉണ്ടായിരുന്നു. π/4 cot θ. ഇതാണ്ടെ സൈൻ ഇൻവേഴ്സും ഈ സൈനും എന്തായി പോവും? കട്ടായി പോവും. സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് π/2 π/4 tan θ ആണ്. അപ്പോൾ ഈ ഒരു ടൈം മാത്രമേ ഉള്ളൂ എന്ത് ചെയ്യാൻ ഇവിടുന്ന് ഒരു -π/4 tan θ എന്ത് ചെയ്തു? ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി. ഇവിടുന്ന് ഒരു മൈനസ് ഇപ്പുറം വന്നാൽ എന്ത് ചെയ്യും? പ്ലസ് ആവും. അങ്ങനെ +π/4 tan θ എന്നായി. ബാക്കി റൈറ്റ് സൈഡ് എന്ത് മാത്രമേ ഉള്ളൂ? ഇനി ഈ ഒരു π/2 മാത്രമേ ബാക്കിയുള്ളൂ. വീണ്ടും ചെയ്യുന്ന വെച്ചാൽ ഈ രണ്ട് ടൈമിൽ നിന്ന് ഒരു π/4 കോമൺ, രണ്ട് ടൈമിൽ ഒരു π/4 കോമൺ വെച്ച് കഴിഞ്ഞാൽ അകത്ത് എന്ത് വരും? കോട്ട് തീറ്റ ആണ് വരുന്നത്. ഒന്നുകൂടെ മാറ്റി എഴുതി കോട്ടിനെ എങ്ങനെ എഴുതി? 1/tan θ എന്ന് എഴുതി. ഇതാണ്ടേ ബാക്കി ഇവിടുന്ന് ഒരു π/4 എടുത്തു കഴിഞ്ഞാൽ ബാക്കി tan θ മാത്രം വരും. അപ്പോൾ റൈറ്റ് സൈഡ് ബാക്കി എന്തേ ഉള്ളൂ? π/2 മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന വെച്ചാൽ ഇതാണ്ടേ ഇവിടുന്ന് ഒരു π/4 റൈറ്റ് സൈഡ് കൊണ്ടുപോവാണ്. അതിന് മുമ്പ് താണ്ടെ ഇവിടെ ഉള്ളത് 1/tan θയും tan θ/1 ഉള്ളത്. ഇവിടെ എന്ത് ചെയ്യാം? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇവിടെ ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും വെച്ചാൽ 1 × 1 എന്ന് വരും. ഇനി ഇതാ tan θ × tan θ tan സ്ക്വയർ θ ആണ്. ഇതാ ഇങ്ങനെ കുറിച്ച് കഴിഞ്ഞാൽ 1 × tan θ എന്താണ്? tan θ. റൈറ്റ് സൈഡ് ചെയ്തതെന്ന് വെച്ചാൽ π/2 അവിടെ അതുപോലെ ഉണ്ട്. ബാക്കി തന്നെ ഇവിടെ കിടന്ന π/4 എന്ത് ചെയ്തു? റൈറ്റിൽ കൊണ്ടുപോയി. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താ വെച്ചാൽ π/4 ഗുണിച്ചേക്കുമായിരുന്നു. അത് റൈറ്റിൽ പോകുമ്പോൾ എന്ത് ചെയ്യണം? ഇത് തിരിച്ചിട്ട് ഗുണിക്കുക. അതായത് π/4 അപ്പുറം എന്ത് പോകും? അത് 4/π ഉണ്ടാവും. ഇവിടുന്ന് ഒരു പൈയും ക്യാൻസൽ ആയി പോയി. ബാക്കി 4/2 ഉള്ളൂ. അതിന്റെ കാര്യത്തിലാണ് 2 ആണ്. അപ്പോൾ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ഇവിടെ 1/tan സ്ക്വയർ ഉണ്ടായിരുന്നു. ഈ താഴെയുള്ള tan θ എന്ത് ചെയ്യും? നമ്മൾ അപ്പുറം കൊണ്ട് ഈ സമത്തിന് അപ്പുറം കൊണ്ട് ഗുണിച്ചേക്കുകയാണ്. അതുകൊണ്ട് 1/tan സ്ക്വയർ ഇവിടെ ലെഫ്റ്റിൽ കിടപ്പുണ്ട്. ബാക്കി താഴെയുള്ള tan θ റൈറ്റിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യണം. 2 × tan θ എന്ന് വരും. വീണ്ടും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ 2 tan θ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ് വീണ്ടും. അങ്ങനെ ആ tan θ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കി എന്താവും? ആ പ്ലസ് ആയിരുന്നു ഇവിടെ കിടന്നത്. +2 tan θ ആയിരുന്നു. അത് ലെഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ -2 tan θ എന്ന് വരും. അപ്പോൾ റൈറ്റ് സൈഡ് ബാക്കി ഒന്നുമില്ല. റൈറ്റ് സൈഡ് തന്നെയാണ് 0 മാത്രമേ ഉള്ളൂ. നിങ്ങൾ നോക്കുകയെന്നുണ്ടാണ് ഇവിടെ 1 നമുക്ക് എഴുതാം. 1 സ്ക്വയർ എഴുതാനാണെങ്കിൽ 1 സ്ക്വയർ +tan സ്ക്വയർ θ -2 tan θ ആണ്. അത് 2 tan θ × 1 എഴുതാൻ തെറ്റൊന്നുമില്ല. അപ്പോൾ എന്ത് ഇത്? a² + b² - 2ab ഫോമാണ്. അതായത് a - b ഹോൾ സ്ക്വയർ ആണ്. എയുടെ വാല്യൂ 1ഉം ബിയുടെ വാല്യൂ എന്താണ്? tan θയും ആ ഫോമിൽ കിടക്കുക. അപ്പോൾ എങ്ങനെ നമുക്ക് അതിനെ a - b ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. a - b എന്ന് വെച്ചാൽ 1 - tan θ ഹോൾ സ്ക്വയർ. റൈറ്റ് സൈഡ് 0 തന്നെ. ഈ സ്ക്വയർ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക? റൂട്ട് എടുത്താൽ റൈറ്റ് സൈഡ് വീണ്ടും 0 തന്നെയാണ്. ഇവിടുത്തെ സ്ക്വയർ മാറി. ഇനി 1 = 1 - tan θ 0 ആണെങ്കിൽ അതിന്റെ tan θ എന്തായിരിക്കും? ഇതിപ്പുറം വെച്ച് കഴിഞ്ഞാൽ പ്ലസ് ആവും. അങ്ങനെ എന്ത് ചെയ്യും? 1 എന്ന് വരും. അത് തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? tan അപ്പുറം പോയി കഴിഞ്ഞാൽ tan ഇൻവേഴ്സ് ആവും. tan ഇൻവേഴ്സ് 1 എന്ന് വരും. tan ഇൻവേഴ്സ് ആണെന്ന് വെച്ചാൽ അതിന്റെ കാര്യത്തിലാണ് π/4. അതായത് ടാനിന് ഏത് ആംഗിളിലാണ് 1 വരെ നോക്കിയാൽ മതി. ടാനിന് π/4 1 വരിക. ഈ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ കണ്ടേ nπ + θ ആണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, tan θ = tan y ആണെങ്കിൽ സൊല്യൂഷൻ ഇതാണ്. nπ + θ ആണ്. nπ + θ നമുക്ക് കിട്ടിയായിരുന്നു π/4 എന്ന്. സോ എന്ത് വരും? π/4 എന്ന് വരും. ഇത്രയേ ഉള്ളൂ ആൻസർ.
100ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്. ട്രയാങ്കിൾ ABC ഇഫ് A = 2 B = 3 നമുക്ക് വേണ്ട വാല്യൂ സൈൻ എയുടെ വാല്യൂ 2/3 ആണ്. നമുക്ക് വേണ്ടത് ആംഗിൾ B കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് ആൻസറിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 100ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ചെയ്യാൻ വേണ്ടി നമ്മൾ സൈൻ റൂൾ അപ്ലൈ ആണ്. ഒന്നുമില്ല, നമ്മൾ ട്രയാങ്കിൾ വരുന്ന കേസാണ്. ട്രയാങ്കിളിനകത്ത് നമ്മുടെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. A/sin A = B/sin B = വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതാം C/sin C എന്ന് എഴുതാം. 3 ആംഗിൾ വരുമ്പോൾ നമ്മുടെ 2 ടേം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എടുക്കുക, ആദ്യത്തെ 2 ടേം മാത്രം മതി. A/sin A = B/sin B മാത്രം മതി. അവിടെ എയുടെ വാല്യൂ ഉണ്ട് ക്വസ്റ്റിനകത്ത്. എയുടെ വാല്യൂ 2 ആണ്, ബിയുടെ വാല്യൂ 3 ആണ്. അതുപോലെ സൈൻ എയുടെ വാല്യൂ 2/3 എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അതുകൊണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് എയുടെ വാല്യൂ കൊടുത്തു 2 എന്നും, സൈൻ എക്ക് പകരം 2/3 എന്ന് കൊടുത്തു. പിന്നെ നമ്മുടെ ബിക്ക് പകരം നമ്മൾ 3 എന്ന് കൊടുത്തു. സൈൻ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ളത് അത് അതുപോലെ ഇട്ടേക്കാണ്. ഇതൊന്ന് സോൾവ് ചെയ്താൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇതിന് സൈൻ ബിയുടെ വാല്യൂ 3 × 2/3 × 1/2 എന്ന് വരും. ഇവിടുത്തെ 2 കട്ടായി പോയി, 3 കട്ടായി പോയതിൽ ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. അതായത് ആംഗിൾ ബിയുടെ വാല്യൂ 3 കിട്ടും. നമുക്ക് ഈ കിട്ടിയ വാല്യൂ 1 ആയതുകൊണ്ട് 1 ആവുമ്പോൾ എന്തായിരിക്കും? അതായത് സൈൻ ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടിയത്? 1 എന്ന് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ബിയുടെ വാല്യൂ എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് 1 ആയിരിക്കും. സൈൻ ഇൻവേഴ്സ് 1 എന്ന് വെച്ചാൽ സൈൻ ഏത് ആംഗിളിലാണ് 1 വരെ എന്ന് ആലോചിക്കുക. സൈൻ 1 വരുന്നത് 90യിലാണ്. സോ എന്തായിരിക്കും? തീറ്റയുടെ വാല്യൂ അല്ലെങ്കിൽ ബിയുടെ വാല്യൂ 90 ആയിരിക്കും.